ഓർമ്മയ്ക്കായി ഭാഗം 85. അവൾ ഇപ്പോൾ അവന്റെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. ഒരിക്കലും നിന്നെ അവൾ അംഗീകരിക്കില്ല, പാർത്ഥസാരഥി പറഞ്ഞു. അത് കേട്ട് അഗ്നി ഒന്ന് ചിരിച്ചു. അവൾ ആൽഫ്രഡ് സാമുവലിന്റെ ഭാര്യയാകുന്നതിന് മുമ്പ് ഈ അഗ്നിയുടെ ഭാര്യയായിരുന്നു. അഗ്നിയുടെ ആ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. നീ നീ എന്താ പറഞ്ഞത്? യുവരാജ് അഗ്നിയുടെ മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചു. അതെ, അപർണ അഗ്നിദേവിന്റെ ഭാര്യയായിരുന്നു എന്ന് അവൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. എല്ലാവരും ഞെട്ടലിലും പകപ്പിലുമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല അല്ലേ എന്ന് പറഞ്ഞ് അഗ്നി ഫോൺ എടുത്ത് അഗ്നിയും അപർണയും കൂടെയുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് എടുത്ത് കാണിച്ചു കൊടുത്തു. അതിൽ അപർണ അഗ്നിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നതും അവൻ അവളുടെ നെറ്റിയിൽ സിന്ദൂരം തൊടിയിക്കുന്നതും അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നതും പുഞ്ചിരിയോടെ ആ ചുംബനം സ്വീകരിക്കുന്ന അമ്മൂനെയും അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയും നെറ്റിയിലെ സിന്ദൂരവും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആ താലിയിൽ അഗ്നിദേവ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ആ ഫോട്ടോയിലേക്കും പിന്നെ അഗ്നിയിലേക്കും നോക്കി. കണ്ടതും കേട്ടതും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും. മോനെ അഗ്നി, അപ്പോ ആൽഫി അവളെ വിവാഹം കഴിച്ചതോ? അവന്റെ അടുത്തേക്ക് വന്ന് യുവരാജിന്റെ മുത്തശ്ശി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അവൾ എൻ്റെ ഭാര്യ ആയിരുന്നു. അപ്പോ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയതാണോ? പാർത്ഥസാരഥി ചോദിച്ചു. അല്ല, എൻ്റെ കൊച്ച് എന്നെ മറന്നു പോയതാ. അഗ്നി പറഞ്ഞതും എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. മറന്നു പോകുകയോ? എങ്ങനെ? അവൾക്കൊരു അപകടം സംഭവിച്ചു. ആ സമയത്തായിരുന്നു ഞങ്ങളുടെ വിവാഹം. പക്ഷെ പിന്നീട് അവളുടെ അച്ഛനും അമ്മയും എല്ലാം വന്ന് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുത്തു. അവൾ എന്നിൽ നിന്നും അകന്നു പോയി. അഗ്നി പറഞ്ഞതും. അപ്പോൾ അപർണയ്ക്കിപ്പോ ഓർമ്മയില്ലേ? ആരെയും ഓർമ്മയില്ലാതിരിക്കുന്ന സമയത്താണോ അമ്മു ആ ആൽഫിയുമായിട്ട് വിവാഹം നടത്തിയത്? യുവരാജ് ചോദിച്ചു. അപർണയ്ക്ക് ഇപ്പോൾ ഓർമ്മ വന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവളുടെ മുന്നിൽ ഞാൻ വന്ന് നിന്നിട്ടും അവളെന്നെ മനസ്സിലാവാതെ നോക്കുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊടിഞ്ഞ് ചോര വരും പോലെയാണ്. എൻ്റെ നെഞ്ചിരിപ്പ് നിന്നു പോകും പോലെ തോന്നാറുണ്ട് എനിക്ക് വേണം എൻ്റെ പെണ്ണിനെ, എൻ്റെ അപർണയെ എനിക്ക് വേണം. അതിനി ആരുടെ അടുത്തു നിന്നാണെങ്കിലും ഈ അഗ്നിദേവ് സ്വന്തമാക്കിയിരിക്കും. കാരണം അവളില്ലാതെ എനിക്ക് പറ്റില്ല. അവൾ എൻ്റെ പ്രാണനാണ് എന്ന് പറഞ്ഞ് അഗ്നി കരയുന്നത് കണ്ടതും എല്ലാവർക്കും അവനോട് സഹതാപം തോന്നി. മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ചു. നീ പറഞ്ഞ സത്യമാണോ? അവൾ ഈ വീട്ടിലെ കൊച്ചുമകളാണ്. ഈ മാണിക്യത്താന്മാരുടെ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടി, ഈ നിൽക്കുന്ന നകുലിൻ്റെ മകൾ. അവൾ നിന്റെ ഭാര്യയാണെങ്കിൽ പോയി വിളിച്ചിട്ട് വാടാ അവളെ എന്തിനാ നീ പിന്നെ അവനെ വിട്ടുകൊടുത്തത്? മുത്തശ്ശി അല്പം ദേഷ്യത്തോടെ ചോദിച്ചതും, ഞാൻ വിട്ടുകൊടുത്തതല്ല മുത്തശ്ശി. എന്നെ അവളൊന്ന് തിരിച്ചറിയണ്ടേ? ഞാനും ഒത്തുള്ള നിമിഷങ്ങളൊന്നും അവൾക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അവളെന്നെ അവളുടെ ദേവേട്ട എന്നുള്ളൊരു വിളി കേട്ടിരുന്നെങ്കിൽ പിന്നെ ഒരാൽഫിക്ക് മുന്നിൽ വിട്ടുകൊടുക്കാതെ ഞാൻ അവളെ കൊണ്ടുവന്നേനെ. പക്ഷേ അന്യനെ പോലെ അവൾ എന്നെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ നിൽക്കുന്ന ആൽഫിയുടെ പെണ്ണാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി അവൾ പറയുമ്പോൾ, അവനോട് അവൾ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ആൽഫി പറഞ്ഞതും എത്രമാത്രം വേദനയോടെയാണ് അവൻ പറയുന്നത് എന്ന് മനസ്സിലായ യുവരാജും പാർത്ഥസാരഥിയും അവൻ്റെ ഇടവും വലവും വന്ന് നിന്നു. നീ പറഞ്ഞത് സത്യമാണോ അഗ്നി? അവൾ നിന്റെ ഭാര്യയായിരുന്നോ? യുവരാജ് വീണ്ടും ചോദിച്ചു. അതെ, പക്ഷേ ഒരു നിയമത്തിൻ്റെ മുന്നിലും അതിന് തെളിവില്ല എന്ന് മാത്രം. 1 മാസക്കാലമേ അവൾ എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചുള്ളൂ. പക്ഷേ ആ 1 മാസക്കാലം ഒരു ആയുസിൻ്റെ ഓർമ്മകൾ തന്നിട്ടാ
അവൾ എൻ്റെ അടുത്ത് നിന്ന് പോയത്. പക്ഷേ എനിക്ക് അവളില്ലാതെ പറ്റില്ല. ശരിയാ, അഗ്നി അയ്യങ്കാർ മനയോട് പകരം വീട്ടാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ അപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്ന് പെട്ടതാ എൻ്റെ പെണ്ണ്. അവളെ കണ്ട് പിന്നെ പകയും പ്രതികാരവും എല്ലാം അഗ്നി മറന്നുപോയി. അഗ്നിയുടെ കണ്ണുകളിൽ പിന്നീട് അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു. അങ്ങനെ അവൾ പോലും അറിയാതെ അവളുടെ പിന്നാലെ കൂടി അവളുടെ സ്നേഹം പിടിച്ചു പറ്റിയതാ ഞാൻ. എനിക്ക് വേണം. ആരുടെ സഹായമില്ലെങ്കിലും അഗ്നി അവളെ ജീവിതത്തിൽ കൂടെ കൂട്ടിയിരിക്കും. അതിനി ആരെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും അഗ്നിയുടെ ജീവിതത്തിൽ അപർണയെ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് അഗ്നി വീണ്ടും അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പോകുമ്പോൾ എല്ലാവരും അതിശയത്തോടെ അവനെ നോക്കി. എൻ്റെ ദേവി, ഇതെന്തൊക്കെയാ കേൾക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെയുള്ള സോഫയിലിരുന്നു. യുവരാജും പാർത്ഥസാരഥിയും അഗ്നി പോകുന്ന വഴിയെ നോക്കി. പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. മുത്തശ്ശി, ഈ എന്നെക്കാളും നമ്മുടെ കൊച്ചിന് ഏറ്റവും യോഗ്യൻ അഗ്നി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവൾ ആൽഫിയുടെ ഭാര്യയാണ്. അത് നിയമപ്രകാരവും അങ്ങനെ തന്നെയാണ്. എനിക്ക് നന്നായിട്ടറിയാം അവൾ എൻ്റെ സഹോദരിയാണെന്ന്. സഹോദരിയെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ അഗ്നിയോ ആൽഫിയോ എന്ന ചോദ്യത്തിൽ എനിക്കൊരു മറുപടി പറയാൻ സത്യത്തിൽ അറിയില്ല. കാരണം രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ് എൻ്റെ സഹോദരിക്ക്. പക്ഷേ അവൾ ഇഷ്ടപ്പെടുന്നത് ആൽഫിയുടെ ഒപ്പമാണോ അഗ്നിയുടെ ഒപ്പമാണോ ജീവിക്കാനെന്നും എനിക്കറിയില്ല. എന്താ അവളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്നും കരഞ്ഞിറങ്ങിപ്പോയില്ലേ, അവൻ്റെ കൂടെ നിൽക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നിനു വേണ്ടിയല്ല. അവൻ കാണിച്ച ഫോട്ടോയിൽ നമ്മുടെ കൊച്ചിൻ്റെ കണ്ണുകളിലെ സന്തോഷം, അവളുടെ ചുണ്ടിലെ പുഞ്ചിരി, അത് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അവൾക്ക് ഓർമ്മക്കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ ഒരു നാൾ അവൾ ആൽഫിയെ തള്ളിപ്പറയും. അവൾ വീണ്ടും അഗ്നിയിലേക്ക് ചെല്ലും. അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് അഗ്നിയിലേക്ക് തന്നെ എത്തിക്കണം. അല്ലെങ്കിൽ എല്ലാം തിരിച്ചറിഞ്ഞ അവൾ വിഷമിക്കുന്നത് ഞങ്ങൾ തന്നെ കാണേണ്ടി വരും. നമ്മളെല്ലാവരും കാണേണ്ടി വരും. അതുകൊണ്ട് അവളെ അഗ്നിക്ക് നേടിക്കൊടുക്കാനാണ് എൻ്റെ തീരുമാനം, യുവരാജ് പറഞ്ഞു. പാർത്ഥസാരഥിയും അതിനെ അനുകൂലിച്ചു. അവളുടെ ഇഷ്ടം എന്താണോ എന്ന് ആദ്യം അറിയണം. അവൾക്ക് എന്താ സംഭവിച്ചത് എന്നും അറിയണം. എന്നിട്ടും മതി, എടുത്തുചാട്ടമൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും കൂടി പറയുകയാണ്. മുത്തശ്ശൻ യാതൊരു കാരണവശാലും ഇതറിയരുത്. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ തീരുമാനമായിരിക്കണം നടക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ മാണിക്യത്താന്മാരുടെ കുടുംബത്തിന് ശാപം ഒട്ടൊഴിഞ്ഞു പോകില്ല. എന്നും ഇവിടെ അതൊരു ശാപമായി കിടക്കും. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും ഭാര്യമാരോടും എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങളുടെ മുത്തശ്ശൻ ഇതറിയരുത്. കേട്ടല്ലോ? മുത്തശ്ശി അല്പം കടുപ്പത്തിൽ പറഞ്ഞതും എല്ലാവരും അവരെ നോക്കിപ്പോയി. ഇത്രയും നന്നായിട്ട്, ഇത്രയും ഉറച്ച ശബ്ദത്തിൽ അവർ സംസാരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അത് സന്തോഷത്തോടെ സമ്മതിച്ചു. യുവരാജ്, പാർത്ത, ചെല്ല്. അഗ്നി, അവനെ തിരിച്ചു കൊണ്ടുവരണം. അവനിവിടെ വേണം. ഒരു വെളിപ്പാടകലെ ആ കുട്ടിയുണ്ട്. അതുകൊണ്ട് അവൾ മറന്നു പോയതാണെങ്കിൽ അവനെ കണ്ടെങ്കിലും പലപ്പോഴും കണ്ട് ചിലപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയാലോ, മുത്തശ്ശി പറഞ്ഞു. അമ്മേ, പക്ഷേ ഇനിയും ആ കുട്ടിയെ ആൽഫിയിൽ നിന്ന് പിരിക്കണോ? ധൃതി ചോദിച്ചതും എല്ലാവരും അവരെ നോക്കി. വേറൊന്നുമല്ല അമ്മേ പറഞ്ഞത്. ആ കുട്ടി അവൻ്റെ ഭാര്യയായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. മനസ്സിലായി. അപ്പോൾ അഗ്നി 1 മാസമല്ലേ അഗ്നി ആ കുട്ടിയോടൊപ്പം ജീവിച്ചുള്ളൂ? അതും ഓർമ്മയില്ലാതിരുന്ന സമയത്തെന്നല്ലേ പറഞ്ഞത്? അതെപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണോ ആ കുട്ടിക്ക് ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ അഗ്നിയുടെ ഒപ്പം ജീവിച്ചപ്പോഴാണോ ഓർമ്മയില്ലാതിരുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പറയുകയാണ്, എല്ലാം അറിഞ്ഞിട്ട് മതി അമ്മേ. ആ കുട്ടിയുടെ സന്തോഷത്തെ
നമ്മളായിട്ട് തല്ലിക്കെടുത്താൻ നിൽക്കണ്ട, ധൃതി പറഞ്ഞു. മോള് പറഞ്ഞത് ശരിയാണ്. എന്തായാലും യുവരാജ്, പാർത്ത, നിങ്ങളൊന്ന് അന്വേഷിക്കുക. അവനിപ്പോൾ എവിടെയുണ്ടെന്ന് നോക്ക്. ഉറപ്പായിട്ടും അവൻ്റെ വീട് പണി നടക്കുന്നിടത്തുണ്ടാകും. ചെന്ന് അവനെ കാണ്. അവന് പറയാനുള്ളത് മുഴുവനും കേൾക്ക്. എവിടെ വെച്ച് എങ്ങനെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നെല്ലാം അറിയണം. എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാൻ, മുത്തശ്ശി പറഞ്ഞു. യുവരാജും പാർത്ഥനും കൂടി അവിടെ നിന്നും ഇറങ്ങി കാറെടുത്ത് കൊണ്ടുപോകുന്നത് എല്ലാവരും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നോക്കി. ഞാൻ പറഞ്ഞത് മറക്കരുത്. അച്ഛൻ എന്ത് തീരുമാനമെടുത്താലും കൂടെ നിൽക്കുന്നതായി നിന്നാൽ മതി. കേട്ടല്ലോ നകുൽ? രാഘവേന്ദ്രൻ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഞാൻ നിങ്ങളോട്. എനിക്കറിയാം നിങ്ങൾക്ക് അച്ഛനോടാണ് കൂറ് എന്ന്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അമ്മയുടെ ഒപ്പം നിൽക്കണം. എൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയതും രാഘവേന്ദ്രനും നകുലും അങ്ങനെ തന്നെ നിന്നു. അമ്മ പറയുന്നത് കേൾക്കാം അല്ലേ ഏട്ടാ? നകുൽ ചോദിച്ചതും ആ കുട്ടി അത് ഇവിടുത്തെ ചോരയല്ലേടാ, നിന്റെ മകളല്ലേടാ. അവൾ ഞങ്ങളുടെയും കൂടി മകളല്ലേ. അതുകൊണ്ട് അവളുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നടത്താം, അവളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യുവരാജിൻ്റെ അച്ഛനും അകത്തേക്ക് കയറിപ്പോയി. ആൽഫി അമ്മുവിൻ്റെ അടുത്ത് നിന്ന് പോയത് നരിക്കുന്നൊരു വീട്ടിലേക്കാണ്. അവിടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. 3 ദിവസം കൂടി കഴിഞ്ഞാൽ നീനയുടെ വിവാഹമാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ ആർഭാടമായി തന്നെ നടക്കുന്നു. ആൽഫിയോടും വല്യപ്പച്ചനോടും ഉള്ള പക മനസ്സിലൊതുക്കിക്കൊണ്ട് കൊച്ചപ്പച്ചനും മക്കളും മരുമക്കളുമെല്ലാം കൂടെ നിൽക്കുകയാണ്. അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഈ വിവാഹം ആർഭാടമായിട്ട് ഇവരുടെ ചെലവിൽ നടത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മക്കളോടും കൊച്ചുമക്കളോടും പിന്നെ അവരുടെ ഭാര്യമാരോടും കൊച്ചപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിനും ഇപ്പോൾ നിൽക്കരുത് എന്ന്. അത്യാർഭാടപൂർണമായി തന്നെ നരിക്കുന്നേൽ വീടിൻ്റെ മുറ്റത്ത് നീനയുടെ വിവാഹ പന്തൽ ഒരുങ്ങി. പള്ളിയിൽ വെച്ചുള്ള മിന്നുകെട്ട് കഴിഞ്ഞ് പിന്നെ നേരെ ഇങ്ങോട്ടാണ് എല്ലാവരും വരുന്നത്. അതിൻ്റെ ആർഭാടം കാണിക്കാനുള്ള തിരക്കിലാണ് കൊച്ചപ്പച്ചനും മക്കളും മരുമക്കളും എല്ലാം. ആൽഫിയും വല്യപ്പച്ചനും അവൻ്റെ അച്ഛനമ്മമാരും എല്ലാവരും തന്നെ ആർഭാടമായി തന്നെ ആ വിവാഹം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല്യപ്പച്ചൻ മക്കളോടും കൊച്ചുമക്കളോടും പറഞ്ഞിട്ടുണ്ട് അവരോട് യാതൊരു കാരണവശാലും തൽക്കാലത്തേക്ക് വഴക്കിന് പോകരുതെന്ന്. അത് ആൻസിക്കും ജൂലിയയ്ക്കും തെരേസയ്ക്കും അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശ്രമിക്കാം എന്നുള്ള മറുപടിയാണ് അവർ നൽകിയത്. മക്കളെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരുമായിട്ട് ഒരു വഴക്കിന് നിൽക്കണ്ട, എന്തെങ്കിലും കാണിക്കട്ടെ. ഇനി അധികം ദിവസമില്ലല്ലോ. പിന്നെ അതുമാത്രമല്ല, ആൽഫിയുടെ വിവാഹം കൂടിയാണ് വരുന്നത്. അതിൽ അവരെല്ലാവരും പങ്കെടുക്കണം. നമ്മളായിട്ട് ഒരു വഴക്കുണ്ടാക്കി അവർ ആ വിവാഹത്തിൽ പങ്കെടുക്കാതെ പോകരുത്. വല്യപ്പച്ചൻ സ്നേഹത്തോടെ തെരേസയോടും ജൂലിയോടും ആൻസിയോടും പറഞ്ഞു. എൻ്റെ അമ്മുവിൻ്റെ വിവാഹം ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്ന് ആൻസി പറഞ്ഞതും അതെ, ഞങ്ങളുടെ ഇച്ചായൻ്റെ കല്യാണം ആയതുകൊണ്ടാണ് ഞങ്ങളും ക്ഷമിക്കുന്നത് എന്ന് ജൂലിയും തെരേസയും പറഞ്ഞു. പക്ഷെ വല്യപ്പച്ച, ഞങ്ങൾക്ക് വേറെ എല്ലാം സഹിക്കും. പക്ഷെ ആ ഏഞ്ചലില്ലേ, അവൾ ഇപ്പോഴും ഇച്ചായൻ്റെ പുറകെ ഈ മണം പിടിച്ച് നടക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ആൻസി പറഞ്ഞു. എൻ്റെ മക്കളെ, അവൾക്കിപ്പോൾ അറിയാം നന്നായിട്ട് ആൽഫിയും അമ്മുവും തമ്മിലുള്ള ബന്ധം. പിന്നെ ഇത് ഒരു തമാശയായിട്ട് കണ്ടാൽ മതി, വല്യപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ ആ തമാശയുമായിട്ട് എൻ്റെ മകൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട കേട്ടോ എന്ന് വല്യമ്മച്ചി പറഞ്ഞതും ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ആൽഫി വന്നിട്ട് എന്തേ? വല്യപ്പച്ചൻ ചോദിച്ചു. അവൻ്റെ ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴോർത്തത് അവനെ പള്ളിയിലച്ചൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ പെരുന്നാളിൻ്റെ എന്തോ കാര്യം പറയാനാണ്. എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പച്ച, ഞാനും അവനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആൽഫിയുടെ അപ്പച്ചനും പറഞ്ഞു. അപ്പോഴേക്കും ആൽഫി ഫോണിൽ സംസാരം കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നു. ആൽഫി, നിന്നെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് പള്ളി വരെ പോയിട്ട് വരായിരുന്നില്ലേ? വല്യപ്പച്ചൻ പറഞ്ഞു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വല്യപ്പച്ച. അത് എൻ്റെയും അമ്മുവിൻ്റെയും മിന്നുകെട്ടിൻ്റെ കാര്യം പറയാനാണ്. ആരോ എന്തോ പറഞ്ഞ് അച്ഛനെ ഒന്ന് പിരികേറ്റിയിട്ടുണ്ട്, ആൽഫി പറഞ്ഞു. ആര് പിരികേറ്റിയിട്ടും കാര്യമില്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട് അച്ഛനോട്. ഇനിയിപ്പോൾ നമ്മുടെ ഇടവകയിൽ വെച്ച് നടത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വേണ്ട, നമ്മൾ അതുകൊണ്ട് ഈ കല്യാണം നടത്താതിരിക്കോ? ആർഭാടമായി തന്നെ നമ്മൾ ഈ വിവാഹം നടത്തും, വല്യപ്പച്ചൻ പറഞ്ഞു. അയ്യോ വല്യപ്പച്ച, അച്ഛൻ അങ്ങനെ ഇടങ്കോളൊന്നും ഇടില്ല. അറിയാലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പള്ളിയിലേക്കുള്ള നരിക്കുന്നൽ വീട്ടിൽ നിന്നുള്ള സംഭാവന കുറയുമെന്ന് അച്ഛനറിയാം.
അച്ഛന് മാത്രമല്ല, പള്ളിയിലെ എല്ലാ ഇടവകക്കാർക്കും ബിഷപ്പിന് വരെ അറിയാം. അതുകൊണ്ട് ആരും ആൽഫിച്ചായൻ്റെ വിവാഹത്തിന് ഒരു എതിര് നിൽക്കില്ല, അത് ഉറപ്പാണ്, ചാൾസ് പറഞ്ഞു. അപ്പോഴാണ് കൊച്ചപ്പച്ചൻ അങ്ങോട്ട് വന്നത്. ഏട്ടായി, ഫുഡിൻ്റെ കാര്യമെല്ലാം അയാൾ ചോദിച്ചു. നിന്നോട് ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ടെന്ന്, അതെല്ലാം ഇവർ നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്ത് മറ്റൊരു വണ്ടി വന്നു നിന്നത്. അതിൽ നിന്നും എൽദോയും കേശവും ജഗദീഷും ഇറങ്ങി. ആ, നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? ആൽഫി ചോദിച്ചു. എടാ, നീ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം അന്വേഷിക്കാൻ പോയതാ. അവർക്ക് താമസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ US നിന്നും അവരെത്ര പേര് വരുമെന്ന് കറക്റ്റായിട്ട് അറിയണം. അതുമാത്രമല്ല, ചെറിയൊരു പ്രശ്നം. അവരുടെ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ആ തീം അവർ ഓക്കെ പറഞ്ഞെങ്കിലും അതിനാവശ്യമുള്ള ഐറ്റംസ് അവർക്ക് എവിടെ നിന്ന് കളക്ട് ചെയ്യണമെന്ന് അറിയില്ല. US എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഇനി അത് ഷിപ്പ് വഴി ഇവിടെ എത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമയമില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ അത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ അത്യാവശ്യം നല്ല ഈവൻറ്റ് മാനേജ്മെൻറ്റുമായിട്ട് ഒരു കൊളാബ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അതിലൂടെ അവർക്ക് അവരാവശ്യമുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നും കുറച്ചുകൂടി ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞ തീം ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. നമ്മളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദ്രശേഖരൻ അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ പറഞ്ഞ തീമിനുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് കുറച്ചുകൂടി കോസ്റ്റ്ലി ആവും. അതിലും നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ജഗദീഷ് പറഞ്ഞു. എന്തായാലും അങ്കിൾ വരട്ടെ, നമുക്ക് സംസാരിക്കാം. എന്നിട്ട് അങ്കിളിൻ്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ. കാരണം ആ കാര്യം കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്കിളല്ലേ. നമ്മൾ അതിൽ അഭിപ്രായം പറയണോ? എൽദോ ചോദിച്ചു. അവരുടെ കൊച്ചിൻ്റെ വിവാഹം അവർ ആർഭാടമായിട്ട് നടത്തുന്നു. അതിൽ നമ്മൾ എതിരഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട, വല്യപ്പച്ചൻ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ടായിരുന്നു കൊച്ചപ്പച്ചനും അയാളുടെ മക്കളും മരുമക്കളും എല്ലാം. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.